നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. മോക്ഷസന്യാസയോഗം 18-ാം അധ്യായം 66-ാം ശ്ലോകം. സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് ഏകനായ എന്നെ മാത്രം നീ ശരണപ്പെടൂ. ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട, വേദനിക്കേണ്ട, സങ്കടപ്പെടുകയേ വേണ്ട എന്ന് ഭഗവാൻ പറയുന്നതാണ് ഈ സന്ദർഭം. ഇദം തേ ന തപസ്കായ ന അഭക്തായ കഥാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാം യോ അഭ്യസൂയതി. ഇത് ഈ അധ്യാത്മശാസ്ത്രം തപസ്സില്ലാത്തവൻ, ഭക്തനല്ലാത്തവൻ, ശുശ്രൂഷ ചെയ്യാത്തവൻ, ഈശ്വരനോട് അസൂയ പുലർത്തുന്നവൻ എന്നിവർക്ക് പറഞ്ഞു കൊടുക്കരുത്. മര്യാദക്കാരനെയും കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഉപദേശമാണ് കൃഷ്ണൻ നൽകുന്നത്. താനും ദൈവവും ഒന്നാണ് എന്ന് പറയുന്ന അഹങ്കാരിയാണ് അയാൾ. നാടിനെ നശിപ്പിച്ച മായാവാദത്തിൻ്റെ ഉറവിടമാണ് അത്. ജാതി വളർത്തിയതിൽ ഗീതയ്ക്കുള്ള പങ്ക് ചെറുതല്ല. ആരും സ്വപ്രകൃതിയെ നിയന്ത്രിക്കേണ്ടതില്ല, ഈശ്വരനാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നെല്ലാം നമ്മളെ ബോധിപ്പിക്കുന്നതില്ലേ. ഗീത ഒരു പഴഞ്ചൻ ആര്യ സാമൂഹ്യ ശാസ്ത്രമാണ്. എന്നേ കാലഹരണപ്പെട്ട കുറേ പ്രാകൃതവും അന്ധവുമായ വിശ്വാസങ്ങളുടെ വിഴുപ്പ് ഭണ്ഡമാണ് എന്ന് പ്രചരിപ്പിച്ചു പോന്നവരുണ്ടല്ലോ. അതിനാൽ ഒക്കെയാണ് കുശുംബന്മാർക്കും അവിവേകികൾക്കുമൊന്നും വഴികാട്ടാൻ ഒരുമ്പെടരുത് എന്ന് പറയുന്നത്. അസുര രാക്ഷസ ബുദ്ധികൾക്ക് കർമ്മം ഒടുങ്ങുവാൻ സമയം കൊടുക്കുക, നമ്മുടെ മെക്കിട്ട് കയറുവാൻ ഇടം കൊടുക്കാതിരിക്കുക. വെളിച്ചത്തിനായി ഉഴറുന്നവരുടെ അടുത്ത് ഈ സന്ദേശം എത്തിക്കുവാൻ അതിൻ്റെ തനതായ രുചി പകരാനാണ് നമ്മുടെ ശ്രമം. ശൂദ്രചിത്തൻ്റെ ചെവി ഏതായാലും ഈയം കൊണ്ട് അടഞ്ഞിരിക്കുകയാവും. ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിദാസ്യതി ഭക്തിം മയി പരാം കൃത്വ മാമേ വൈഷ്യസ്ത്യ സംശയ. പരമവും ഗുഹ്യവുമായ അത്യന്തം ശ്രേഷ്ഠവും ദുഗ്രഹവുമായ ഈ ഗീതാശാസ്ത്രത്തെ എന്നിൽ പരമമായ ഭക്തിയോടെ എൻ്റെ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾ എന്നെ തന്നെ പ്രാപിക്കുമെന്ന് അതിലൊരു സംശയവുമില്ല. അധ്യാത്മവിദ്യയുടെ ഗാംഭീര്യവും ശോകസന്തരണക്ഷമതയും കണ്ടറിയുന്നയാൾ സഹജീവികളോടുള്ള സഹാനുഭൂതിയിൽ കാതരനായി അവരുമൊത്ത് അത് പങ്കുവയ്ക്കുന്നത് ജ്ഞാനയജ്ഞമാണ്. തൻ്റെയും ശ്രോതാക്കളുടെയും ഹൃദയത്തെ വശീകരിക്കുന്ന ഈശ്വരപൂജ വെറും കലാശാല ബിരുദങ്ങൾക്കോ പ്രഭാഷണങ്ങൾക്കോ പുസ്തകപ്പഠിപ്പിനോ വേണ്ടതില്ലാത്ത എന്തെല്ലാം ഒരുക്കങ്ങൾ ആചാര്യൻ്റെ യോഗ്യതയായി ഉണ്ടാവാൻ അവശ്യം വേണമെന്ന് നാം അറിയുന്നു. ആത്മജ്ഞാനരൂപമായ പരമഭക്തിയാണ് ഗുരുത്വം. വെളിച്ചമുള്ളവനേ അത് വന്ന വഴിയെക്കുറിച്ച് ദൃഢമായ വിശ്വാസവും ധാരണയും ആദരവും ഉണ്ടാവും. അതുള്ള മഹാശയനിൽ നിന്ന് നമുക്ക് അത് ഉൾക്കൊണ്ട് അവിദ്യ അന്ധകാരത്തെ അകറ്റാൻ ആവും. നേരെ ചൊവ്വെ ചിന്തിക്കാനും തൻകാലിൽ നിൽക്കാനും പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തോന്ന് വിദ്യാഭ്യാസം. ആചാര്യൻ്റെ കടമയാണ് വിദ്യാർത്ഥിക്ക് സംശയം തീർന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നത്. സംശയങ്ങൾ അകറ്റലാണ് ശാസ്ത്രത്തിൻ്റെ പ്രയോജനം. ഒരു ഔപചാരികമായി ഈ കടമ നിറവേറുന്നു അല്ലെങ്കിൽ നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അജ്ഞാനമോഹം, അതായത് തെറ്റിദ്ധാരണ, കൺഫ്യൂഷൻ നീങ്ങി ഞാൻ വിചാരിച്ചു പോയതുപോലെ ഒരു ധാർമ്മിക പ്രശ്നവും ഇവിടെയില്ല. ഇപ്പോൾ തലയ്ക്ക് വെളിവ് വീണു. ഞാൻ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത് എന്ന ബോധം നന്നായുണ്ട്. നിന്റെ ഉപദേശരൂപേണയുള്ള സഹായം കൊണ്ടാണ് ഇത് സാധിച്ചത്. നന്ദി. എവിടെ? എനിക്കൊരു സംശയവുമില്ലല്ലോ. അധർമ്മത്തെ തുണയ്ക്കുന്നവരായാലും
അവിടെ സ്വന്തവും ബന്ധവും നോക്കേണ്ട തീരുമാനമെടുക്കാൻ എന്ന് എനിക്ക് തീർച്ചയായും ശുദ്രമായ ഹൃദയ ദൗർബല്യമായിരുന്നു വിനയായത്. കർത്തവ്യ നിർവഹണമാണ് ഉത്തരവാദിത്തമുള്ള ജീവിതം നയിക്കാനുള്ളവർക്ക് സർവപ്രമുഖമായത്. കർമ്മസന്യാസം കൊണ്ട് പൊതുവെ ഗുണമല്ല, ദോഷമാണ് ഉണ്ടാവുന്നത്. ഭൗതികമായും ആത്മീയമായും സ്വഭാവത്താൽ സ്വധർമ്മം നിശ്ചയിക്കപ്പെടുന്നു. അതിൻ്റെ അനുഷ്ഠാനം പ്രയസ്സിനും ശ്രേയസ്സിനും ഒരുപോലെ ഉതകും. നിന്നെപ്പോലെ ഉത്തമനായ ഒരാചാര്യനെ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ് ശങ്കിക്കേണ്ട. വിമൂഢതയിൽ നിന്നുണ്ടായ തന്നിഷ്ടം കളഞ്ഞ് നീ തെളിച്ച വഴിയെ ചുമതലകളിലേക്ക് മടിയേതും കൂടാതെ കടന്നു ചെല്ലാൻ ഞാനിതാ സോത്സാഹം നിൽക്കുന്നു. അതാണ് അർജുനൻ്റെ ഇപ്പോഴത്തെ ഭാവം. അതൊന്നുകൂടെ പറഞ്ഞു വ്യക്തമാക്കുകയാണെങ്കിൽ, സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. ഞാൻ നിന്നെ സർവ്വപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നുണ്ട്. വിഷമിക്കാതെ, വേദനിക്കരുത്, സങ്കടപ്പെടരുത്. വളരെ പ്രസിദ്ധമായ ശ്ലോകമാണിത്. എന്നെ മാത്രം ശരണം പ്രാപിക്കുക. സർവധർമ്മങ്ങളും ഗീതയിലെ സ്വധർമ്മമാണ്, ജാതിധർമ്മമാണ് സ്വധർമ്മം. പഴയ കണക്കനുസരിച്ച് നിന്റെ സ്വധർമ്മവും ഉപേക്ഷിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. സാത്വികമായ ത്യാഗം ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. അവനവൻ്റെ ജാതിക്കനുസരിച്ച കർമ്മം നിത്യം നിശ്ചയമായി മാറ്റമില്ലാതെ ആസക്തിയില്ലാതെ ഫലത്തെയും ത്യജിച്ച് ചെയ്യുന്ന കർമ്മം സാത്വികത്യാഗം. കർമ്മം ചെയ്യുകയാണ്, ഉപേക്ഷിക്കുകയല്ല. ശങ്കരാചാര്യർ സ്വന്തം സിദ്ധാന്തമനുസരിച്ച് വളച്ചും തിരിച്ചും വ്യാഖ്യാനിക്കും. ഫലത്തിലുള്ള ആസക്തിയില്ലാതെ അങ്ങനെ കർമ്മം ചെയ്യുന്നതാണ് പരിത്യാഗം, ഉപേക്ഷിക്കലല്ല. യജ്ഞം, ദാനം, തപസ് ഇത് ഒന്നും ഒരിക്കലും മരണം വരെ ഉപേക്ഷിക്കരുത്. പാവനമാക്കുന്നതാണ്, വിശുദ്ധമാക്കുന്നതാണ് ജീവനെ. ഈ കർമ്മങ്ങൾ കൊണ്ട് ത്യാഗം, സാത്വിക ത്യാഗം, ആസക്തിയില്ലാതെ മമത്വമില്ലാതെ അങ്ങനെ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്താൽ നീ സങ്കടപ്പെടേണ്ട. നിന്റെ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിച്ചു കൊള്ളാം. അർജുനൻ്റെ വിഷാദ കാരണം എന്താണ് ആ വിഷാദം കൊണ്ടുള്ള പ്രയോജനം? അല്ലെങ്കിൽ ഗുരുക്കന്മാരെ കൊന്നിട്ട് ദുഷ്ടന്മാരെ, ആദതായികളെ കൊന്നാൽ ഞങ്ങൾക്ക് പാപം കിട്ടും. ഇതെല്ലാം കൂടിച്ചേർത്ത് ചിന്തിക്കണം. ഭഗവാന്റെ പേര് വെച്ചായാലും പുരോഹിതനായ ബ്രാഹ്മണൻ പറയുന്നു എന്താണ് ധർമ്മം. ആദ്യം പറഞ്ഞത് എന്താണ് ധർമ്മമെന്നാണ്. സ്വധർമ്മം എന്താണ് എന്ന് പിന്നെ പറയുന്നു. എന്താണ് ധർമ്മം? എല്ലാം സ്വധർമ്മം, നിത്യകർമ്മം, ജാതിധർമ്മം. എല്ലാ ജാതിധർമ്മങ്ങളും ധർമ്മത്തിലും കർമ്മത്തിലും ആസക്തി ഫലാസക്തിയില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കുക, മമത ഏതുമില്ലാതെ സന്നദ്ധം. 2-ാം അധ്യായത്തിൽ എന്തുകൊണ്ട് ആദതായികളെ ദുഷ്ടന്മാരെ കൊന്നാൽ പാപമുണ്ടാകും? തീർച്ച, പാപമേ ഉണ്ടാവുകയില്ല. സ്വധർമ്മമഭിചാപേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമാഹി യുദ്ധാശ്രയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മോ സുനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ നിഗത്യദാർത്തരാഷ്ട്രാൻ കാ പ്രീതിർസ്യാത് ജനാർദ്ദന പാപമേവാശ്രയേത് അസ്മാൻ ഹത്വൈതദാദായിനഃ. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം തെക്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതഃ. ചെയ്യേണ്ടത് തന്നെ ഈ കർമ്മം എന്ന് കർത്തവ്യത്തെ കൃത്യമായി നിറവേറ്റുകയും അതിലും ഉള്ള ആസക്തി, അതിൻ്റെ ഫലഭോഗം എന്നിവ ത്യജിക്കുകയും ചെയ്യുമ്പോൾ അത് സാത്വികമായ ത്യാഗം. അതാണ് എൻ്റെ മതം. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ അദ്വൈത ആചാര്യൻ ആയിരുന്നുവെങ്കിലും സാഹോദര്യം, സഹിഷ്ണുത ഒന്നും അവരുടെ കാലത്ത് മനസ്സിൽ പോലും സ്ഥാനം പിടിച്ചിരുന്നില്ല. പുരോഹിതന്മാരുടെ തത്വചിന്തയും ആചരണങ്ങളിലും പ്രചരണങ്ങളിലുമാണ് ശ്രദ്ധയും താല്പര്യവും വച്ചിരുന്നത്. ഗീതയിലെ മുഖ്യധർമ്മം വർണ്ണാശ്രമ ധർമ്മമെന്ന് ആചാര്യർ അടിവരയിട്ട് പറയുന്നു. വർണ്ണാശ്രമത്തിൻ്റെ ഭാഗമായി ബ്രാഹ്മണജാതിയുടെ ധർമ്മങ്ങൾ, ക്ഷത്രിയജാതിയുടെ ധർമ്മങ്ങൾ, വൈശ്യജാതിയുടെ ധർമ്മങ്ങൾ, ശൂദ്രജാതിയുടെ ധർമ്മങ്ങൾ പരസ്പരം വ്യത്യാസപ്പെടുത്തി ആചരിച്ച് നടപ്പിലാക്കിയിരുന്നു. ആർക്കും ചോദ്യം ചെയ്യാനോ തിരുത്താനോ പരിഷ്കരിക്കാനോ കഴിയാത്ത വിധം ബ്രാഹ്മണ പുരോഹിതന്മാർ വളരെ സമർത്ഥമായി സ്ഥാപിച്ച് ഉറപ്പിച്ചിരുന്നു. സാത്വിക ത്യാഗമെന്ന് പറഞ്ഞ് സ്വധർമ്മമായ യുദ്ധത്തിൽ നിന്ന് ജീവിതാവസാനം വരെ പിന്തിരിയരുത് എന്ന് കർശനമായി
ഭഗവാൻ കൃഷ്ണൻ പറയുന്നു എന്നിങ്ങനെ ഇളക്കാൻ കഴിയാത്ത വിധം രൂഢമൂലമാക്കി പ്രവർത്തിപ്പിച്ച് സമൂഹത്തിൻ്റെ ജാതി വ്യവസ്ഥ. പിന്നീട് വന്ന രാമാനുജൻ ആചാര്യരും ഗീതാവ്യാഖ്യാനത്തിൽ വർണ്ണാശ്രമധർമ്മത്തെ അരക്കിട്ടുറപ്പിച്ച് ഭഗവാന്റെ ഇഷ്ടത്തിൻ്റെ ഭാഗമായി യുദ്ധം ഭക്തിയോടെ ഭഗവതർപ്പണമായി ചെയ്യണമെന്ന് രാമാനുജ ആചാര്യർ മോക്ഷം ഭക്തിയും ഭഗവാൻ കൃപയാണെന്നും പറഞ്ഞുറപ്പിച്ചു. ദ്വൈതത്തിൻ്റെ ആചാര്യനായ മധ്വാചാര്യനാകട്ടെ വർണ്ണാശ്രമധർമ്മം ഭഗവാൻ വിഷ്ണുവിൻ്റെ ആജ്ഞയാണ്, യുദ്ധം ഭഗവാന്റെ ഇഷ്ടത്തിനായുള്ള സേവനമാണ് എന്നും മോക്ഷം വിഷ്ണുഭക്തിയിലൂടെയും കൃപയിലൂടെയും മാത്രമേ ലഭിക്കൂ എന്നും പറഞ്ഞ് ഉറപ്പിച്ചു. എന്തായാലും ക്ഷത്രിയ ധർമ്മമായി യുദ്ധം ഭഗവാന്റെ ആജ്ഞയും ഭക്തിപൂർവ്വ കർമ്മവുമായി വ്യാഖ്യാനിച്ച് ക്ഷത്രിയധർമ്മം ഭഗവാന്റെ ലോകക്രമത്തിൻ്റെ ഭാഗമാണ് എന്നും ഉറപ്പിച്ചു പറഞ്ഞു. ഇത് ഫലാപേക്ഷയില്ലാതെ ഭഗവത് പ്രീതിക്കായി ചെയ്യണമെന്നും ചടിച്ചു. സ്വധർമ്മമഭിചാപേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമാധി യുദ്ധാശ്രയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. മാധ്വൻ പറയുന്നു, സ്വധർമ്മത്തെ ക്ഷത്രിയധർമ്മം നോക്കുമ്പോൾ നിനക്ക് അത് ഉപേക്ഷിക്കാൻ അർഹതയില്ല. ഒരു ക്ഷത്രിയന് ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല. അതജത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. നീ ഈ ധർമ്മയുദ്ധം ചെയ്യാതിരുന്നാൽ സ്വധർമ്മവും കീർത്തിയും ഉപേക്ഷിച്ച് പാപം സമ്പാദിക്കും. ജാതിധർമ്മം മാത്രമല്ല, ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ ആജ്ഞയാണ് എന്ന് ഊന്നിപ്പറയുന്നു. വർണ്ണാശ്രമധർമ്മം ഭഗവാന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്, ജീവൻ്റെ സ്വഭാവമനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടതാണെന്ന് എന്നും ഉറപ്പിച്ചു പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു. യുദ്ധം ഒഴിവാക്കൽ ഭഗവത് ആജ്ഞയെ ലംഘിക്കലാണ്. ഇത് അർജുനൻ്റെ ആത്മീയ പതനത്തിനും പാപത്തിനും കാരണമാകും. ഈ യുദ്ധം ധർമ്മ സംരക്ഷണത്തിനും അധർമ്മ നാശത്തിനും വേണ്ടിയാണ്. അതിനാൽ ലോകക്രമത്തെ, അതായത് സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്നു. മധ്വൻ പറയുന്നു, അർജുനൻ യുദ്ധം ചെയ്യണം, പക്ഷേ ഫലാപേക്ഷയില്ലാതെ ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രീതിക്കായി, ഹരിപ്രീതിക്കായി. ഇത് ഭക്തിയോടുകൂടിയ കർമ്മമാണ്, ജീവൻ്റെ കടമയും ഭഗവത് സേവനവുമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. 18-ാം അധ്യായത്തിലെ സാത്വിക ത്യാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെയാണ് ഈ പ്രഖ്യാപനം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാ സർവപാപീഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ ധർമ്മങ്ങളും വർണ്ണാശ്രമ ധർമ്മമായി ഫലാപേക്ഷയില്ലാതെ കർമ്മം ചെയ്ത് എന്നോട് ചേരൂ, നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ വിഷമിക്കേണ്ട. ജാതിധർമ്മം, നിത്യകർമ്മം, യുദ്ധധർമ്മം, ജീവിതാവസാനം വരെ നീ യുദ്ധം ചെയ്യുക തന്നെ വേണം. നിന്റെ അച്ഛനായാലും നിന്റെ ഗുരുവാണെങ്കിലും യുദ്ധം ചെയ്യണം. ആരെയും കൊല്ലേണ്ടതില്ല എന്നാണ് അർജുനൻ്റെ മതം. പക്ഷേ അർജുനൻ്റെ സ്വധർമ്മം, ക്ഷത്രിയൻ്റെ നിത്യകർമ്മം മരണം വരെ ചെയ്തിരിക്കണമെന്ന് ഈ തത്വശാസ്ത്രം ഉപദേശിച്ച് അർജുനനെ ചിന്താവ്യാകുലനാക്കി തളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, നീ കൊന്നുകൊള്ളുക, നിന്നെ പാപങ്ങളിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചിരിക്കും. ഇതാണ് ഗീതയുടെ സന്ദേശം. ശോകം മാറ്റിത്തരാമെന്ന് പ്രലോഭിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ പറയുന്നു, ഭഗവാൻ പറയുന്നു, അർജുനൻ്റെ ചോദ്യം, ഗുരുക്കന്മാരെ, ദുഷ്ടന്മാരെ കൊന്നാൽ പാപമേ ഉണ്ടാവുകയുള്ളൂ, ധാർത്തരാഷ്ട്രന്മാരെ കൊന്നാൽ വിഷാദ ശോക കാരണമാകും എന്ന് പറയുമ്പോൾ അർജുനൻ്റെ ജാതിധർമ്മം സ്മൃതികളിലും പറഞ്ഞിരിക്കുന്നു. ക്ഷത്രിയൻ്റെ നിത്യകർമ്മം മരണം വരെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ബന്ധുക്കളോ ഗുരുക്കളോ സ്വന്തക്കാരോ ആരുമാകട്ടെ കൊന്നുകൊള്ളുക. പാപമുണ്ടാകാതിരിക്കുവാനുള്ള വേല ഞാൻ ഭഗവാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അർജുനനെ ഊർജ്ജസ്വലനാക്കുന്നു. അറിവുള്ളവരുടെ ശങ്കരൻ, രാമാനുജൻ, മാധ്വൻ, മധുസൂദന സരസ്വതി തുടങ്ങിയവർ ഗീതയുടെ സന്ദേശം വളരെ വ്യക്തമായി സംസ്കൃത ഭാഷയിൽ വ്യക്തമായും ഭദ്രമാക്കിയും തന്നിട്ടുണ്ട്. മറിച്ച് വ്യാഖ്യാനിക്കുന്നവർ ഗാന്ധിജിയെപ്പോലെയുള്ളവർ, സംസ്കൃതം അറിയാത്തവർ വ്യാഖ്യാനിച്ചു. ആനി ബസൻ്റ് മദാമയും ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മദ്രാസിൽ GA നടേശൻ കമ്പനിയിൽ നിന്ന് ഇത് അന്ന് ലഭിച്ചിരുന്നു. ഗാണ്ഡീവം കയ്യിൽ നിന്ന് ഉതിർന്നു പോകത്തക്കവണ്ണം ശരീരം വിറച്ച് ചൂടുപിടിച്ച് മനസ്സു ഭ്രമിച്ച യുദ്ധത്തിൽ ബന്ധുക്കളെ കൊന്നിട്ട് ഒരു നന്മയും കാണുന്നില്ലെന്നും ജയത്തെ ഇച്ഛിക്കുന്നില്ലെന്നും രാജ്യലാഭം കൊണ്ടും സുഖഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടു തന്നെയും എന്ത് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും മറ്റും വാദിക്കുന്ന അർജുനനോട്
കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മഗമപ്പാർത്ത നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ എന്ന് ഭഗവാൻ ഉപദേശിക്കുന്ന അധർമ്മം പ്രവർത്തിക്കുന്നത് ആരായിരുന്നാലും അയാളെ നേരിടാൻ ഒരിക്കലും മടി കാണിക്കേണ്ടതില്ലെന്ന ധർമ്മോപദേശത്തിൻ്റെ പൊരുൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ കർമ്മം, ധർമ്മം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാകാം, മറ്റു പലതുമാകാം. എന്നാൽ ഗീതയിൽ എന്തു പറയുന്നു എന്നാണ് നാം നോക്കുന്നത്. ആദ്യം നാം മനസ്സിലാക്കണം, ഒരുപാട് എഴുതി വെച്ച് സ്ലേറ്റിൽ പിന്നീട് എഴുതി വെച്ചാൽ അത് പിന്നെ വായിക്കാൻ കഴിയുമോ? അത് ബുദ്ധിമുട്ടാണ്. മായ്ച്ചു കളഞ്ഞ് വീണ്ടും എഴുതണം എന്നത് സാമാന്യധർമ്മമാണ്. ഗീതയിൽ പറയുന്ന വ്യത്യാസം കണ്ടറിയണം. കണ്ണടച്ച് തുറക്കുന്നതും കർമ്മമാണ്. വർണ്ണവും ജാതിയും ഒന്നുതന്നെയാണ്. ബ്രാഹ്മണ ജാതി അതിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളിലുമൊക്കെ അനേകം വിഭാഗങ്ങളുണ്ട് താനും. വേറൊരു വിഭാഗം വർണ്ണ ബാഹ്യമായിട്ടുള്ളതാണ്. അങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട്. അത് ഒന്ന് സങ്കരജാതി, അതായത് ബ്രാഹ്മണനെ ശൂദ്ര സ്ത്രീയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങനെ ഉണ്ടാകുന്ന സങ്കരജാതികളെയാണ്. മറ്റൊരു വിഭാഗമായി പറയുന്നത് യവനന്മാർ. യവനന്മാരെന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർ. അതായത് പഴയ ഭാരതത്തിലെ ജാതി വ്യവസ്ഥ അങ്ങനെ രണ്ട് ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അത് വർണ്ണബാഹ്യരായിട്ടുള്ളവരെ കാണിക്കുന്ന അങ്ങനെയാണ്. ശാസ്ത്രത്തിൽ ബ്രാഹ്മണർക്ക് പറഞ്ഞ കർമ്മം അവർ ചെയ്യണം. അവർക്ക് പറഞ്ഞത് മാറ്റാൻ പാടില്ല. താഴോട്ട് വരുന്നവർക്ക് ജോലി കൂടി വരും. അതായത് ശൂദ്രന് സർവ്വ പണികളും എല്ലാ പ്രവൃത്തികളും കൊടുത്തുകൊണ്ടേയിരിക്കണം. പ്രാചീന ശാസ്ത്രത്തിൽ, സംസ്കൃത ഗ്രന്ഥങ്ങളിൽ, സ്മൃതികളിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് അച്ചട്ടായി ചെയ്യണമെന്നുള്ളതാണ് ഈ ശാസ്ത്ര നിർദ്ദേശം. ഇന്ന് പറയുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. ഗീത പോക്കറ്റ് പോകുന്നവർക്കുള്ളതാണ്. ഗുരു പോക്കറ്റ് പോയവർ. നല്ല ആശയം ഗീതയിൽ ധാരാളമുണ്ട്. അസംബന്ധവുമുണ്ട്. അർജുനനോട് കൊല്ലാൻ പറഞ്ഞിട്ട് പിന്നീട് പശ്ചാത്തപിച്ചിരിക്കും എന്ന് നടരാജഗുരുവിനോട് ഗുരു പറഞ്ഞതായിട്ടും നമുക്ക് രേഖകളുണ്ട്. ഗുരുവിൻ്റെ ഗ്രാഹ്യ ബുദ്ധിയോടുകൂടി എല്ലാം പഠിക്കണമെന്ന ഉപദേശം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വിനിമയം ചെയ്യപ്പെടേണ്ടതുമുണ്ട്. നല്ല ആശയങ്ങളുടെ കൂട്ടത്തിൽ സനാതനം, ആർഷം എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ ഒളിച്ചുകടത്തിൽ കർമ്മം ഒഴിവാക്കുകയാണ് നമ്മുടെ ജോലി. ഗീത വയലൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെ യുദ്ധത്തിനു വേണ്ടി എന്നത് മോശം കാര്യം തന്നെയാണ്. യുദ്ധത്തിനു വേണ്ടി വിറയ്ക്കാതെ ചെയ്യൂ എന്ന ഉപദേശം നന്നല്ലല്ലോ. പാപമുണ്ടാകുമെന്ന് പറഞ്ഞത് യുദ്ധം ചെയ്യാൻ പാപം നിനക്കുണ്ടാകില്ല എന്ന് ഭഗവാന്റെ ഉപദേശം വളരെ മോശം ഉപദേശം തന്നെയാണ്. വളരെ മോശം തന്നെയായിട്ടുള്ള ഉപദേശം തന്നെയാണ്. ഇനി എന്താണ് പാണ്ഡവന്മാരെ സിംബോളിക് രീതിയിൽ വ്യാഖ്യാനിക്കും? ഗീതയിലെ ചരിത്ര പശ്ചാത്തലം ബ്രിട്ടീഷുകാർ വന്ന കാലം. ബൈബിളിലെ പ്രധാന ആശയം നോൺ വയലൻസാണ്. ചോദ്യം അപ്പം അങ്ങനെ വളരെ കൃത്യമായിട്ടും അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഗീതയ്ക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ചുവട് അടി കൊണ്ടാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണമെന്ന്, വാളെടുത്തവൻ വാളാൽ, പത്രോസേ നീ വാൾ ഉറയിലിട് എന്നൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഉപദേശമാണ്. പല സന്ദർഭങ്ങളിലും വിരോധം വരാം. പുരോഹിതന്മാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തണലിൽ സുവിശേഷങ്ങൾ കൊയ്തുമറിച്ചു. ഇന്ത്യയിലെ സന്യാസികളുടെ മനസ്സിനെ ഇത് ചിന്തിപ്പിച്ചു. കൊല്ലുക എന്ന് മാത്രം കേട്ടുകൊണ്ടിരുന്ന സന്യാസിമാർ ഇന്ത്യക്കാർക്ക് ഏറ്റവും യുക്തമേത് എന്ന് ചിന്തിക്കുകയും മഹായുദ്ധകാലത്ത് മനുഷ്യർ വളരെ കഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ജീവിക്കുമ്പോൾ ആധ്യാത്മികതയ്ക്ക്, അതായത് ഇംഗ്ലീഷ് പഠിച്ച്, അതായത് ഡോളർ, പൗണ്ടർ ഇതൊക്കെ മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കച്ചവടം നടത്താൻ പുതിയ വ്യാഖ്യാനങ്ങൾ ചമച്ചു. പൂർണ്ണമായും പഴയ വ്യാഖ്യാനം തള്ളി ശാസ്ത്രത്തിൻ്റെ, ഭാഷയുടെ, ദർശനത്തിൻ്റെ, കൾച്ചർ എല്ലാം പരിഗണിക്കാതെ, അതായത് പൂർണ്ണമായി അവഗണിച്ചിട്ട് തള്ളിക്കളഞ്ഞിട്ട് ആശാൻ കവിഭാവന വെച്ച് പൂവിനെ എഴുതി വെച്ചതുപോലെ വിദേശികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവുന്നത്രയും ശ്രമിച്ചു. തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ചാൽ അർജുനൻ്റെ സ്വഭാവം മാറില്ലല്ലോ. സംസ്കൃതം അറിയാത്തവരെ വിവേകാനന്ദ സ്വാമികൾ ഉൾപ്പെടെയുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചു, വിശ്വസിപ്പിച്ചു, പറഞ്ഞ് തരികിട പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതായി കാണാം. വിഭ്രാന്തിയും തെറ്റിദ്ധരിപ്പിക്കലും ഇതിന് കാരണമായേക്കാം. LRR വർമ്മ എഴുതിയ വ്യാഖ്യാനം നമുക്ക് മലയാളത്തിൽ കിട്ടും. കെമിസ്ട്രി പ്രൊഫസറായിരുന്നു.
അദ്ദേഹം അത് വ്യാഖ്യാനിക്കാൻ പഞ്ചകോശങ്ങളായി പഞ്ചപാണ്ഡവന്മാരെയൊക്കെ വ്യാഖ്യാനിച്ചു. പക്ഷേ വ്യാഖ്യാനിച്ചു വന്നപ്പോൾ ഓരോരുത്തരും, അതായത് ശംഖ് വിളിക്കുന്ന സമയത്ത് ഏതെല്ലാം ശംഖ് ഒപ്പിക്കാൻ കഴിയും അത് നടക്കാതെ വന്നപ്പോൾ കാലം മാറി, മനുഷ്യൻ മാറി, മനസ്സു മാറി. പല അഭ്യാസവും നടത്തി നോക്കിയിട്ടുണ്ട്. പല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, അൺഇൻസ്റ്റാൾ ചെയ്ത് തട്ടിപ്പ് മനസ്സിലാക്കാൻ ഓരോരുത്തർക്കും സാധിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലം കൂടിയാണെന്ന് ഓർക്കണം. ബിൽറ്റിൻ ആയി ആപ്ലിക്കേഷൻ ഉണ്ട് മൊബൈൽ ഫോണുകളിലൊക്കെ. അൺഇൻസ്റ്റാൾ ചെയ്താൽ ഹൈഡ് ചെയ്യുകയോ മറച്ചു വയ്ക്കുകയോ മാത്രമോ അങ്ങനെയൊക്കെ കഴിയും. അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് അത് വർക്ക് ചെയ്യാതെ ആക്കാം. ഗുരുവിൻ്റെ ശിഷ്യന്മാർ, ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യന്മാർ, ധർമ്മതീർത്ഥ സ്വാമികൾ തുടങ്ങിയവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നേടിയവരാണ്. ഹിന്ദു ദുഷ്പ്രഭുത്വം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പനെ പോലെയുള്ളവർ, സി കേശവനെ പോലെയുള്ളവർ, ഡോക്ടർ പൽപുവിനെ പോലുള്ളവർ, അവരെല്ലാം ഇത് വളരെ സശ്രദ്ധം വീക്ഷിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ഗുരുവിൻ്റെ ആശയങ്ങളെ ചേർത്ത് വെച്ച് അവർ ജീവിതത്തിൽ മനുഷ്യൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിന്നതിനെ എല്ലാം ഒഴിവാക്കാനായിട്ട് സശ്രദ്ധം ശ്രമിക്കുകയാണ് ചെയ്തത്. ശ്രീനാരായണ ഗുരുസ്വാമികളോടൊപ്പം ആ ശ്രമത്തിലായിരുന്നു അവരെല്ലാം പ്രവർത്തിച്ചത്. ഗുരുവിൻ്റെ അപൂർവ വ്യക്തിത്വം കണ്ട് ധൈര്യപൂർവം അങ്ങനെ എല്ലാ തരത്തിലും തെളിഞ്ഞവരാണ് കൂടുതലും ശിഷ്യപ്രമുഖന്മാരായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഗുരുവിൻ്റെ ശിഷ്യന്മാർ പലരും ലിബറലായും റിയലിസ്റ്റിക്കായിട്ടും റാഡിക്കലായിട്ടുമൊക്കെ ഉള്ള മാറ്റങ്ങളെക്കനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ആശാനാണെങ്കിൽ ആ സമൂഹത്തിൽ തന്നെ നിന്ന് മാറ്റങ്ങൾ, വിധേയത്വം ഇല്ലാത്ത ചിന്ത ആശാൻ അങ്ങനെ ഒക്കെ വർത്തിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അടിസ്ഥാന സമൂല പരിവർത്തനം അയ്യപ്പൻ, ധർമ്മതീർത്ഥ സ്വാമികൾ അങ്ങനെ ഉള്ളവരെല്ലാം ശ്രമിച്ചു എന്നോർക്കാം. പൗരോഹിത്യത്തിന് കീഴ്പ്പെട്ടിട്ടേയില്ല. വിഭ്രാത്മകമായ റാഡിക്കലായിട്ടുള്ള ഗുരുവിനെ പോലും തിരുത്താൻ വരെ തയ്യാറായ പരിവർത്തനം സമൂഹത്തിന് വേണ്ടി മാറ്റമുണ്ടാക്കി എന്ന് നാം കാണണം. സമൂഹ നീതിക്ക് വേണ്ടി വാശി പിടിച്ച് നിലവിൽ നിന്നുകൊണ്ടുള്ള മാർഗം ആശാൻ ചിന്തിച്ചു. സംസ്കൃതം പഠനം മാറ്റി ചിന്തിച്ചാൽ നെല്ല്, പതിര് ഇതൊക്കെ ചിന്തിച്ച് അത് നമുക്ക് പ്രേരണ നൽകി നമുക്ക് വസ്തുത വ്യക്തമാക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിയും. ഇംഗ്ലീഷ് പഠനം നടത്തിയവർക്കാണ് മാറ്റം വരുത്താൻ കഴിഞ്ഞത്. പാരമ്പര്യ വ്യാഖ്യാനം, ആധുനിക പൊളിറ്റിക്കൽ വിഭ്രമിപ്പിക്കൽ, എല്ലാത്തിനു വേണ്ടിയും ഫെയിം, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പിടിപ്പിച്ച് പേരുണ്ടാക്കാനും എഴുതി കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു അന്നത്തെ സന്യാസിമാർ ഉൾപ്പെടെയുള്ളവർ. പവർ, അതായത് വെൽത്ത്, അതിനും നിലകൊണ്ടു. വെൽത്ത് ഒരു പ്രധാന ഘടകമാണല്ലോ. സമ്പത്തിന് വേണ്ടി ചെറിയ പണികൾ നാം കാണിക്കും. വ്യക്തികളുടെ പരാമർശം അല്ല, ആശയപരമായി വ്യക്തിത്വം, പേഴ്സണാലിറ്റി അല്ല, ആശയങ്ങളുടെ കൃത്യത, അതായത് വിഭ്രാന്തി. ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്, രാമ തുടങ്ങിയവരുടെ മലയാളം തർജ്ജമ ഗ്രന്ഥങ്ങളൊക്കെ നമുക്കിന്ന് മലയാളത്തിൽ ലഭ്യമാണ്. എല്ലാം വൈകാരിക പ്രകടനങ്ങൾ മാത്രമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമികൾ കേവലം വൈകാരികതയ്ക്കൊന്നുമല്ല, സത്യമായിരിക്കുന്ന, ധർമ്മമായിരിക്കുന്ന, ഉൾക്കാഴ്ചയുള്ള, കാമ്പുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തി മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഉയർത്തി ലോകത്തിന് തന്നെ ഗുണകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഉൾപ്രേരണ മാത്രമല്ല, ഭൗതിക പ്രേരണ മാത്രമല്ല, ജീവിതം തന്നെ പ്രായോഗികമായ അദ്വൈത വേദാന്തത്തിൻ്റെ ഉൾക്കാഴ്ചയെയും അനുഭവത്തെയും ബോധ്യപ്പെടുത്തി തരികയാണ് ഉണ്ടായത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകുന്നതാണ്. നമസ്കാരം.